ഹലോ എവരിവൺ, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇത് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ലൊരു വ്യൂ ആയിട്ടോ പുറത്തുണ്ടായിരുന്നത്. നമ്മളെന്താ പറയുക, പച്ചപ്പും ഹരിതാപമൊക്കെ പറയില്ലേ ഉംശാന്തി വെച്ചാൽ അതുപോലെ ഒരു ഫീലായിരുന്നു കേട്ടോ രാവിലെ എണീറ്റപ്പോൾ എനിക്ക് കിട്ടിയത്. അപ്പോൾ തന്നെ എൻ്റെ എനർജിയൊക്കെ അങ്ങോട്ട് ബൂസ്റ്റപ്പായി. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, പെട്ടെന്ന് നിസ്കരിക്കാനുള്ള പരിപാടികളൊക്കെ നോക്കി. അത് 5-10 മിനിറ്റിനുള്ളിൽ നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ എന്നും ഞാൻ ഡ്യൂട്ടിക്ക് ലേറ്റായിട്ട് പോകുന്നുണ്ട്, എന്തെങ്കിലും ഒന്ന് നേരത്തെ പോകണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞതുകൊണ്ട് ഇന്ന് തട്ടിമുട്ടി പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ ഡ്രസ്സപ്പൊക്കെ ആയി. കുറച്ച് അല്ലറ ചില്ലറ മേക്കപ്പ് ഐറ്റംസുകളൊക്കെ തട്ടിമുട്ടി ചെയ്ത് പിന്നെ തലേന്ന് രാത്രി തന്നെ ഞാൻ ഡ്രസ്സൊക്കെ ഒരുക്കി വെക്കുന്നതുകൊണ്ട് എനിക്ക് രാവിലെ വലിയ പണി വരാറില്ല. ഇന്ന് പിന്നെ നമ്മൾ റൂമിൽ തന്നെ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നത്. കാരണം ഇത് മാങ്ങ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ലൊരു പഴുത്ത മാങ്ങ എൻ്റെ കൈ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പൊറാട്ടയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ മാങ്ങയൊക്കെ ചെത്തി കഴിക്കാനുള്ളൊരു പരുവത്തിലൊക്കെ ആക്കി. അങ്ങനെ നല്ല ചൂട് കട്ടൻ ചായയും പൊറോട്ടയും മാങ്ങയും പിന്നെ എന്തോ ഒരു കറി ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ കഴിച്ചിട്ട് ഞാൻ പിന്നെ നേരെ ഹോസ്പിറ്റലിലോട്ട് വിട്ടു. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിയത് ഹോസ്പിറ്റലത്തെ കാഴ്ചയായിട്ട് നമ്മൾ കാണുന്നത്. പിന്നെ ഡ്യൂട്ടിയുടെ പ്രൈവസി ഇഷ്യൂസ് കാരണം നമുക്ക് ഡ്യൂട്ടിയുടെ കാര്യങ്ങളൊന്നും അങ്ങനെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ ഡ്യൂട്ടീൻ്റെ കാര്യങ്ങളൊന്നും ഇവിടെ കാണിക്കില്ല. അന്ന് ഉച്ചയ്ക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഡോക്ടേഴ്സിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു അന്ന്. അന്ന് ഉച്ചയ്ക്ക് ശേഷം എനിക്ക് നല്ല വയറുവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഹോട്ട് ബാഗ് എടുത്തു. പിന്നെ നമ്മൾ തന്നെ വേണമല്ലോ ഫുഡും കാര്യങ്ങളൊക്കെ കോടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എനിക്ക് കഴിക്കാനുള്ള ഫുഡിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ള വയറുവേദനയും വെച്ച് ഞാൻ താഴെ ഫുഡ് വാങ്ങിക്കാൻ പോയി. നല്ല മഴയായിരുന്നു, എന്നാലും പറയാൻ വയ്യ. എന്നിട്ടും ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു. ഫ്രൂട്ട്സ് ആട്ടോ വാങ്ങിയത്. മാങ്ങ എൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ ഉറുമാമ്പഴം വാങ്ങി. പിന്നെ ഒരു ക്രേവിങ് വരുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്യൂസിൻ്റെ ഒരു ചോക്ലേറ്റ് ബാറും കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ചുകൊണ്ടിരുന്നു കേട്ടോ കുറച്ച് നേരം പുറത്തോട്ട് നോക്കിയിരുന്നിട്ട്. പിന്നെ ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു ഫാൻസി ഒരു എന്താ പറയുക എൻ്റെ ചാർജറിൻ്റെ ഒരു കേസാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഞാൻ അത് ഓൺലൈനിൽ നിന്ന് മീഷോ ചെറിയ എന്തോ ഒരു ബഡ്ജറ്റിന് വാങ്ങിയത്. അടിപൊളി സാധനം, എല്ലാവരും ഭയങ്കരമായിട്ട് കണ്ണു വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണിത്. അതാണ് അക്ഷരസ്ഫുടത ഉണ്ടാവുമല്ലോ. പിന്നെ ഇന്ന് നമ്മൾ കുക്കിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാ സാധനങ്ങൾ പറഞ്ഞു തരാം. ഇത് തക്കാളി, ഇൻഗ്രീഡിയൻസ് പറഞ്ഞോളൂ. തക്കാളി, ഇതിൽ വഴറ്റുന്നത് ഉള്ളി, മുളക്, മഞ്ഞപ്പൊടി, ഇതൊക്കെ വെച്ച് നമ്മൾ ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ. ഇത് ഞങ്ങൾക്ക് മൂഞ്ചിപ്പോയ ഞങ്ങളുടെ ഒരു ഐറ്റം ആണത്. അപ്പൊ നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് വ്ളോഗാണ് ഗൈസ്. അപ്പൊ എല്ലാവരും കുക്കിംഗ് വ്ളോഗിലേക്ക് നമ്മൾ ഇത് നമ്മൾ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ടച്ച് കുറുക്ക്. ഇന്ന് രാവിലെ വെള്ളത്തിലിട്ടച്ച് അതാവുമ്പോൾ നമുക്ക് പാകത്തൊരു കൺസിസ്റ്റൻസി കിട്ടും. ഇങ്ങനെ പുകയും ചീറ്റലൊക്കെ വരും, അത് നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരുന്നാൽ മതി. ഇവിടെ വേറെ ഒരു സലാഡ് ഉണ്ട്. ഇതൊരു ഡെസേർട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. മെയിൻ ഡോറൊന്ന് ലോക്ക് ചെയ്തിരുന്നെങ്കിൽ കൊള്ളാം. ഇനി മഞ്ഞൾ ഇടാണ് ഗൈസ്. മഞ്ഞൾ അത്യാവശ്യത്തിന് ആവശ്യത്തിലേറിട്ടോ. പാത്രം കരിയൊക്കെ ചെയ്യും ഗൈസ്, കാരണം ഇത് ഹോസ്റ്റലാണ്. നമുക്ക് ഇവിടെ ഒരു പ്രോപ്പർ കുക്കിംഗ് ഫെസിലിറ്റി ഇല്ലാത്ത കാരണം ആണ്. പിന്നെ നമ്മുടെ വാർഡന്റെ കണ്ണിൽ പൊടിയിടണം, അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് ഇത്ര ലിമിറ്റേഷൻസേ ഉള്ളൂ. ഉള്ള സൗകര്യങ്ങൾ വെച്ചിട്ടാണ് ഗൈസ് ഞാടും. ഉള്ള സൗകര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ആ ഒരു മനസ്സ് നിങ്ങൾ ആരും കാണാണ്ട് പോരുത്. എന്നാലും നമ്മൾ ഹോംലി ഫുഡാണ് കഴിക്കുന്നത്. താങ്കൾക്ക് ഇതിനെപ്പറ്റി 2 വാക്ക്? ഇതിനെപ്പറ്റി നല്ല രീതി പൈസയും ആരോഗ്യം നമുക്ക് ലാഭിക്കാം. ഞാൻ പറഞ്ഞു ഹോസ്പിറ്റൽ ഇങ്ങനെ കിച്ചൺ പ്രൊവൈഡ് ചെയ്യണം. അതെ അതെ, അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. കഷ്ടപ്പാടാണ് ഗൈസ്, കഷ്ടപ്പാട്. രാവും പകലില്ല ഡ്യൂട്ടി ചെയ്യും വേണം. എന്നിട്ട് ഞങ്ങൾ വന്നിട്ട് ഇങ്ങനെ ഈ പുകയത്ത് കിടന്നുറങ്ങുകയും വേണം. സ്വതന്ത്രമായിട്ട് ജീവിക്കണം. അതാണ് ഇതിന് ആകുള്ളൊരു സൊല്യൂഷൻ ഞങ്ങൾ നോക്കിയിട്ട് കാണുന്നത്. ഈ ഒരു പുകക്കും കഴിക്കും. ഇതാണ് നമ്മുടെ ചീഫ് കുക്ക് നീതു അവർകൾ. മറ്റൊരു ഫുഡ് നമ്മളിവിടെ കുക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റൈസ്. ഇത് വേണേൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മൾ കഞ്ഞി ആക്കും. ഇതടുത്ത് നമ്മൾ ഇടാൻ പോകുന്നതാണ് കേസ് മുട്ട.
മുട്ടയാണ്. അതെനിക്ക് തിന്നാനുള്ളതാണ്. ഡെക്കറേഷന് വേണ്ടിയിട്ട് നടുക്ക് നമ്മളൊരു മുട്ട വെക്കും. അപ്പം ഒരു ഭംഗിയും കുറച്ച് കൂടും, നമുക്ക് സ്വാദ് കൂടിയ പോലെ തോന്നും. ഉണ്ടാവില്ല. അവിടെ പതിങ്ങിരിക്കണ ആ കൂട്ടത്തിൽ കാലനങ്ങുന്നുണ്ടോണ്ട് നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ ഒരാളുണ്ടെന്ന്. ജീവനുള്ള ആളാണ്. ആളും ഇതുപോലെ തന്നെ രാവിലെ തുടങ്ങിയ ഒരു കടത്താണ്. ഇന്നലെ രാത്രി തുടങ്ങിയതാണ്. ഇതുവരെ അവിടുന്ന് ഒരു എണീറ്റിട്ടില്ല. ബിരിയാണി ദഹിക്കട്ടെ പറഞ്ഞ് കടന്നതാണ്. ദഹിച്ചോ ആവോ? ദഹിക്കാൻ ഇനി ടൈം എടുക്കുമെന്നാണ് പറയുന്നത് ഗൈസ്. അപ്പോൾ ഇതാണ് പ്രകൃതി. ഇനി കുറച്ചൊരു പ്രകൃതി ഭംഗിയും മുട്ടായും കൂടെ ആസ്വദിക്കാൻ കരുതി. ഇവിടെ എന്തോ ഒരു ചേരാണ്. കോപ്പിറൈറ്റ് അടിക്കും എൻ്റെ പാട്ട്. പറയാനുള്ളത് ഈ ഒരു സൺഡേ സെറ്റിനെ കുറിച്ച്. സൺഡേ ഇസ് എ ഫൺഡേ. നീ പറയിപ്പിക്കണ്ട. ഓ പറ. One day you will search for me. One day you will search for me. To say sorry. To say sorry. But believe me. Guys, ഇവളൊരു ക്രിഞ്ച് പേഴ്സൺ ആണ് ഗൈസ്. That will be too late. ഓക്കെടാ ബൈ. ഐ ഗോട്ട് എവരിതിങ്. ഗൈസ്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കവർ അറിയോ? ഇത് ബോയ് ഗേള് 2 പാക്കേജിലും വരുന്നുണ്ട്. ഫൈൻസ് ക്യൂട്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ബോയ് ബേബിയാണ് ഉണ്ടാകുന്നത് വെച്ചെങ്കിൽ നിങ്ങൾ ഈ ബ്ലൂ മാത്രം സെലക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഗേൾ ബേബി ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗേൾ കിട്ടും. പക്ഷെ എന്താ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ബ്ലൂ അല്ല, വയലറ്റ് ആണ്. ട്വിസ്റ്റേ. ഉച്ചയ്ക്ക് നമ്മൾ ബിരിയാണി വാങ്ങിയതാണ് ഇവിടെ കിടക്കുന്നത്. അതിൻ്റെ എന്താണ് ലെഫ്റ്റ് ഓവർ അത് നമ്മളിവിടെ രാത്രി കഴിക്കാൻ വേണ്ടി വെച്ചതാണ്. എന്തിനാ ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ. നമ്മൾ റെസ്റ്റ് എടുക്കുകയാണെങ്കിലും വെള്ളം നന്നായിട്ട് കുടിക്കണം. സ്റ്റേ ഹൈഡ്രേറ്റഡ്, സ്റ്റേ ഫോക്കസ്ഡ്. പിന്നെ നമ്മൾ ഹോസ്റ്റലിൻ്റെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി കേട്ടോ. കാരണം ആകെ മൊത്തം പൊടി അലമ്പ് കാര്യങ്ങളൊക്കെയാണ് റൂമിൽ. പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാം അങ്ങോട്ട് വാരി വലിച്ചിട്ടു ഒക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടോ. ആകെ മൊത്തം അലമ്പ് എന്ന് പറഞ്ഞത് കൂടുതലൊന്നും ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു നമ്മൾ. സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ഉണ്ടായിരുന്നു നമുക്ക്. പിന്നെ ഒന്നും നോക്കിയില്ല. 2 ആളുണ്ട്. എൻ്റെ റൂംമേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരാൾ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഭയങ്കര ഒരു ഹരാണല്ലോ മറ്റുള്ള ആൾക്കൊരു ഏറ്റു പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ ഒരു മുമ്പത്തെ അവസ്ഥയാണ് കേട്ടോ ഇത്. പക്ഷേ ബിഫോർ ആഫ്റ്റർ എടുക്കാനൊരു ബുദ്ധി അപ്പം എനിക്കില്ലാത്തത് കൊണ്ട് അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ നട്ടുച്ചയായതുകൊണ്ട് തന്നെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇനി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ 4 മണിയായി. പിന്നെ ഒന്നും നോക്കിയില്ല. പൊറോട്ടയും ബീഫ് അടിക്കാൻ വേണ്ടി അടുത്തുള്ളൊരു പെട്ടിക്കടയൊക്കെ തന്നെ പോയി. അങ്ങനെ പോയി വന്ന് ആ ഒരു റിലാക്സ് ചെയ്തിട്ട് നിൽക്കുന്ന നിപ്പാട്ടോ ഈ നിപ്പ്. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ പരിപാടി. പിന്നെ എന്താ പറയുക, പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നാട്ടിൽ പോയൊരു ചെറിയ ക്ലിപ്പും കൂടെ ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം ആഡ് ചെയ്യുന്നുണ്ട്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഒരു ബുക്ക് സ്റ്റോർ പോയായിരുന്നു കേട്ടോ നാട്ടിൽ. വി ബോത്ത് ലവ് ബുക്സ് എ ലോട്ട്. സോ വി തോട്ട് ഓഫ് ബൈയിങ് ന്യൂ ബുക്സ്. അങ്ങനെ അവിടുത്തെ ഒരു പ്രകൃതിരമണീയമായ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. തിരിച്ചു വരുമ്പോൾ ബസ് പണി മുടക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലോ.